ട്രിവാൻഡ്രം ബേസ്ഡ് കേരളൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ 56 മോഡൽ റോയൽ എൻഫീൽഡിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വരിക, എങ്കിലൊരു കണ്ടിന്യൂവേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം എടുത്തു, അതിനകത്തേക്ക് കാസ്റ്റിക് സോഡയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എൻജിൻ്റെ അലുമിനിയം പാർട്സ് ഫുള്ള് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെള്ളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് എൻജിൻ കേസുകൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇടുകയാണ്. നിങ്ങൾ കോസ്റ്റിക് സോഡയോ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് ഏതെങ്കിലുമോ സർഫോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നമുക്കിത് ക്ലീൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ ഈ എണ്ണമെഴുക്ക് പോകാൻ വേണ്ടി കാസ്റ്റിക് സോഡയാണ് യൂസ് ചെയ്തത്. കാസ്റ്റിക് സോഡ യൂസ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക. ഒപ്പം തന്നെ അധിക നേരം ഇത് കുതിർത്ത് വെക്കരുത്. കൂടിപ്പോയാൽ ഒരു 3-4 മിനിറ്റ് ഇത് കുതിർത്ത് വെക്കാവോ, അല്ലെങ്കിൽ അലുമിനിയം കോസ്റ്റിക് സോഡയായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ പിന്നെ അത് സീനാവും, പണി കിട്ടും. അതുണ്ടാവരുത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ കോസ്റ്റിക് സോഡ ചെയ്യുമ്പോൾ ചെയ്യുക. ഒരു ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുക. കയ്യിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അലക്കുകാരൻ തന്നെയാണ് സാധനം. അപ്പോൾ സംഭവം ഞാൻ ഇങ്ങനെ എല്ലാ പാർട്സുകളും അലുമിനിയം പാർട്സും ഫുള്ള് ഇങ്ങനെ ഒരു പാത്രത്തിനകത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനൊന്ന് കഴുകിയെടുക്കാം. സംഭവം ഇതിൻ്റെ ഓയിലിൻ്റെ അംശം ഫുള്ള് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ കഴുകലെല്ലാം കഴിഞ്ഞ ശേഷം സംഭവത്തിനെ ഞാൻ ഒരു 2-3 മണിക്കൂറോളം നല്ല വെയിലത്ത് വെച്ചു ഉണക്കി, വെള്ളം പൂർണ്ണമായും മാറ്റി. അപ്പോഴാണ് ഒരു കാര്യം തിരിച്ചറിഞ്ഞത്, കാസ്റ്റിക് സോഡ നമ്മുടെ അലുമിനിയവുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു കറുത്ത പാളി അതിൻ്റെ ഔട്ടർ കവറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാസ്റ്റിക് സോഡ യൂസ് ചെയ്യുവാണെങ്കിൽ അധിക നേരം ഡിപ്പ് ചെയ്യാതിരിക്കുക. സോപ്പ് വെച്ച് തന്നെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഡീസൽ വാഷാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ പാർട്സുകളാണ്, ഗിയേഴ്സുകൾ ഫുള്ള്. ഇതൊന്നും ഞാൻ കോസ്റ്റിക് സോഡയിലോ വെള്ളത്തിലോ ഒന്നും ഇട്ടിട്ടില്ല. ഇതെല്ലാം നമ്മൾ ഡീസൽ വെച്ച് മാത്രമേ കഴുകൂ. ഞാൻ ജസ്റ്റ് അലുമിനിയം കേസുകളും മാത്രമാണ് കോസ്റ്റിക് സോഡ വെച്ച് ഒന്ന് കഴുകിയത്. അപ്പോൾ അതെന്തായാലും ഫ്ലോപ്പായി. നിങ്ങളാരും കോസ്റ്റിക് സോഡ യൂസ് ചെയ്യേണ്ട. നിങ്ങൾ സോപ്പ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് പൗഡർ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഡീസൽ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലച്ചിൻ്റെ പാർട്സുകളാണ്. ക്ലച്ചിൻ്റെ പാർട്സ് എല്ലാം കൂടെ ഞാനിതുപോലെ ഒരു ബക്കറ്റിനകത്ത് ഡീസൽ വെച്ചിട്ട് കുറച്ച് നേരം വെച്ചു, ഒരു അരമണിക്കൂറോളം വെച്ചു. അതിനുശേഷം എല്ലാ പാർട്സും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടോ കർവല് പറ്റിയിരിക്കുന്നുണ്ടോ ഈ കവറിലൊക്കെ. ഇത് സംഭവം കോസ്റ്റിക് സോഡ അധിക നേരം മുക്കി വെച്ചപ്പോൾ പറ്റിയൊരു അബദ്ധമാണ് കേട്ടോ. അപ്പോൾ ആ കൂടി നേരത്തെ ഒരു തിളക്കം ഉണ്ടായിരുന്നു, അത് കോസ്റ്റിക് സോഡയിൽ മുക്കിയപ്പോഴത്തേക്ക് അത് പോയി കിട്ടി. സംഭവം ഇനി ഓരോരോ പാർട്സുകളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മുടെ ഡീസലിൽ എൻജിൻ കേസ് പറ്റുന്നത്രയും കറകളെല്ലാം പൊയ്ക്കോട്ടെ. ഓയിലിൻ്റെ ഡാർക്ക് ആയിട്ടുള്ള കറകളുണ്ട്, അത് പൊയ്ക്കോട്ടെ. പോവാത്തത് അവിടെ തന്നെ ഇടുന്നോട്ടെ. അത് നമ്മളെ ഒന്നും ബുദ്ധിമുട്ടിക്കത്തൊന്നുമില്ല സംഭവം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കവർ ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ സ്ക്രൂസിലെ ത്രെഡ്സ് വല്ലതും പോയിട്ടുണ്ടോ, ത്രെഡ് മോശമായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കവർ ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് സ്ക്രൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ത്രെഡുകളൊന്നും പോയിട്ടില്ല, എല്ലാം പെർഫെക്റ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ എൻജിൻ കവർ കൊണ്ടുപോയി ലെയ്ത്തിൽ കൊണ്ടുപോയി ഇതിൽ ബുഷ് അടിപ്പിക്കേണ്ടി വരുമായിരുന്നു, അല്ലെങ്കിൽ ത്രെഡ് ഇടിക്കേണ്ടി വരുമായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല നമ്മുടെ കേസിൽ. അപ്പോൾ ഇത് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് കേസാണ്, അതും കഴിഞ്ഞു. ഇനി നമ്മുടെ ക്രാങ്ക് എടുത്ത് വെച്ചപ്പോഴേ ഒരബദ്ധം പറ്റി. ക്രാങ്ക് എടുത്ത് വെച്ചപ്പോഴും തന്നെ കണ്ടോ പൊട്ടി, ഉണ്ടായിരുന്ന ബക്കറ്റ് പൊട്ടിപ്പോയി. ഓക്കെ, നമുക്ക് പക്ഷേ ക്ഷീണമില്ല. അടുത്ത ബക്കറ്റ് വീണ്ടും വിട്ടുകൊടുത്തില്ല. അടുത്ത ബക്കറ്റ് എടുത്തിട്ട് പൊട്ടാത്ത രീതിയിൽ തന്നെ ക്രാങ്കിനെ ഡീസൽ വെച്ച് ക്ലീൻ ചെയ്തു. അപ്പോൾ ക്രാങ്കിൻ്റെ ക്ലീനിങ്ങും ഒപ്പം തന്നെ കേസുകളുടെ ക്ലീനിങ്ങും ഒക്കെ നല്ല ടൈം എടുക്കുന്നൊരു സംഭവമാണ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു പോകുന്നതേ ഉള്ളൂ. കാരണം ക്ലീനിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും. ക്ലീൻ ചെയ്യുമ്പോൾ മെറ്റൽ പീസുകളൊന്നും തേയ്മാനം വരരുത്, പരസ്പരം ഉരസി അതിൻ്റെ ത്രെഡുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഫിനിഷിങ്ങുകളോ ഒന്നും പോകരുത്. ഇത് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ക്ലച്ച്, ഡിസ്ക്, അതുപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ സ്പെയർസുകൾ സംഭവങ്ങളെല്ലാം ഇടുകയാണ് കേട്ടോ. ഗിയേഴ്സുകൾ എല്ലാം ഞാൻ ഇനി ഈ ബക്കറ്റിനകത്ത് ഇടുകയാണ്. ഈ ബക്കറ്റിനകത്തിലിട്ടിട്ട് നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഫുള്ള് സ്പെയറുകൾ ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഇത് ഒരുപാട് നാൾ വെച്ചിരുന്നിട്ട് തുരുമ്പെടുത്തിരിക്കുകയാണ് സംഭവം. ഇത് അഴിച്ചു വെച്ച ആ ഒരു ചാക്കിനുള്ളിൽ തന്നെ ഇരുന്ന് നമ്മൾ കുറേ നാൾ അതുപോലെ വെച്ചിരുന്നപ്പോഴും തുരുമ്പായി. ആ തുരുമ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഡീസൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ്. അല്ലെങ്കിൽ കൊറോഷൻ റിമൂവറൊക്കെ കിട്ടും മാർക്കറ്റിൽ, അതൊന്നും കെമിക്കൽസാണ്, വെറുതെ അതിൻ്റെ ആവശ്യമില്ല.
നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. ജസ്റ്റ് എക്സ്റ്റേണൽ സർഫസ് കൊറോഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഡീസലിൽ മുക്കിയിട്ട് ഒരു അരമണിക്കൂറോളം വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ അതങ്ങ് വൃത്തിയായിക്കോളും. അപ്പോൾ അതിൻ്റെ പുറകെ നമുക്ക് പോകണ്ട. അപ്പോൾ പാർട്സുകളെല്ലാം ക്ലീൻ ചെയ്തെടുത്തു. ഇനിയുള്ള ഫൂട്ടേജുകൾ മിസ്സായിപ്പോയി. വേറൊന്നുമല്ല, നമ്മൾ സിലിണ്ടർ ഹെഡിൽ നിന്ന് സിലിണ്ടർ വാൾവും സ്പ്രിങ്ങും റോക്കറാമും ഒക്കെ അഴിക്കുന്ന ആ ഒരു ഫൂട്ടേജ് എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. എല്ലാവരും ക്ഷമിക്കണം. ഞാൻ ചെയ്തത് ഒരു 22-ൻ്റെ സോക്കറ്റ് സ്പ്രിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് ചുറ്റികളിനെ അടിച്ച് ആ 2 ലോക്കിനെയും അളക്കുന്ന രീതിയിലാണ് ചെയ്തെടുത്തത്. എൻ്റെ കയ്യിൽ സ്പെഷ്യൽ ടൂൾ ഇല്ലായിരുന്നു. ഇതിനൊരു സ്പെഷ്യൽ ടൂളുണ്ട്. അപ്പോൾ 2 വാൾവുകളാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിൽ വലുത് വരുന്നത് ഇൻടേക്കിലും ചെറുത് വരുന്നത് എക്സോസ്റ്റിലുമാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതാ ഇവിടെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ റോക്കറാമാണ്. റോക്കറാമിൽ ഒരു കുഞ്ഞ് ഓറിങ് ഉണ്ട്. ഈ ഒരു ഓറിങ് മാൻഡറ്ററി ആണ് കേട്ടോ. നിങ്ങൾ ഓവറോൾ ചെയ്യുമ്പോൾ ഇത് ഉറപ്പായിട്ടും മാറിയിരിക്കണം. ഇതൊന്നും ആരും ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഇൻലെറ്റ് റോക്കറാമും എക്സോസ്റ്റ് റോക്കറാമിലും ഐ എന്നും ഇ എന്നും ഡിനോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് അങ്ങനെ തിരിച്ചറിയാൻ പറ്റും കണ്ടോ, ഐ ഇ എന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇൻസ്പെക്ഷൻ വീഡിയോയിലേക്ക് പോവാം. ഇൻസ്പെക്ഷൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പും കുറച്ച് സംഭവങ്ങളൊക്കെ മിസ്സായിപ്പോയി എടുത്ത വീഡിയോ ഫൂട്ടേജിൽ നിന്ന്. അപ്പോൾ 2 ക്രാങ്ക് കേസ് കവറുകളാണ്. ഇത് 2നെയും തുറന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ക്രാങ്ക് കേസിൽ ആദ്യം മാറാനുള്ളത്, മാൻഡറ്ററി ആയിട്ട് മാറാനുള്ളൊരു സാധനമാണ് നമ്മുടെ ബിയറിങ്ങുകൾ. അത് എന്തായാലും പൂർണ്ണമായിട്ടും മാറണം. അത് ഏത് നമ്പറാണ് എന്താണെന്നൊക്കെ നമ്മൾ അസംബ്ലി സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നത് ക്രാങ്കാണ്. ക്രാങ്കിൽ വരുന്നത് ക്രാങ്കിൻ്റെ കണക്ടർ റോഡിൻ്റെ സെൻറ്ററിലുള്ള ബിയറിങ്. അതൊരു വാഷറാണ്. ഇപ്പോൾ എല്ലാവരും ചെയ്യാറുള്ളത് ഗൺമെറ്റലിൻ്റെ ബുഷ് അടിച്ചിടാനാണ് പതിവ്. അതുപോലെ തന്നെ നമുക്കും ചെയ്യാം. പിന്നെ ഓയിൽ പമ്പിൻ്റെ ഡ്രൈവ് നട്ടാണ്. നട്ട് തേയ്മാനം വന്നോ, അതിൻ്റെ പിരി പോയതാണോ എന്നൊക്കെ ഒന്ന് നോക്കുക. അതിനുശേഷം ക്രാങ്കിൻ്റെ ആക്സിയൽ പ്ലേ ചെക്ക് ചെയ്യുക. അപ്പോൾ ആക്സിൽ പ്ലേ ഒക്കെ കറക്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പിസ്റ്റൻ്റെ ബ്ലോക്കും പിസ്റ്റണും തമ്മിലുള്ള ക്ലിയറൻസിന് എത്രയാണ്, അതിൻ്റെ ടാപ്പർനെസ് എത്രയാണെന്നൊക്കെ നമുക്ക് ഇത്തവണ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഗഡ്ജിൻ പിന്നെ എന്തായാലും സ്മോൾ എൻഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കണക്ടർ റോഡിൻ്റെ ബിഗ് എൻഡ് സ്മോൾ എൻഡ് അറിയാമല്ലോ, സ്മോൾ എൻഡിൽ ഞാൻ ഇട്ടു ഗഡ്ജിൻ പിന്നെ. അതിനുശേഷം ആ പ്ലേ ഒന്ന് ചെക്ക് ചെയ്ത്, അപ്പോൾ പ്ലേ ഒക്കെ വിത്തിൻ ലിമിറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ കയ്യിൽ കിടക്കുന്നത് 100 സൈസാണ്, കണ്ടില്ലേ. അതായത് 1 mm പിസ്റ്റനാണ് ഇപ്പോൾ നമ്മുടെ സിലിണ്ടറിൽ കിടക്കുന്നത്. കണ്ടോ, ഈസി ആയിട്ട് തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ, സ്മൂത്തായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ക്ലിയറൻസ് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ വെർനിയറും സിലിണ്ടറിക്കൽ ഗേജും എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ സിലിണ്ടറിക്കൽ ഗേജ് മാത്രമേ ഉള്ളൂ. ടെലിസ്കോപ്പിക് ഗേജ് വെച്ച് നമ്മൾ മെഷർ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടും. എൻ്റെ കയ്യിൽ ഈ സിലിണ്ടറിക്കൽ ഗേജേ ഉള്ളൂ. അത് വെച്ച് തന്നെ നമുക്ക് പക്ഷേ അളന്നെടുക്കാം. ആക്യുറസി കുറച്ച് കുറയുമെങ്കിലും നമുക്ക് ആ ഒരു പ്രിസിഷൻ നോക്കി തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് പിസ്റ്റൻ്റെ ഡയ ആണ് നോക്കുന്നത്. പിസ്റ്റൻ്റെ ഡയ എടുക്കുന്നത് ഏറ്റവും ബോട്ടം എൻഡിൽ നിന്ന് 20 mm താഴേക്ക് വെച്ചിട്ട് അളന്ന് നോക്കുക. അപ്പോൾ എനിക്കിവിടെ 71.10 പിസ്റ്റൻ്റെ ഡയ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിസ്റ്റൻ്റെ ടോപ്പ് ഡയ. അപ്പോൾ പിസ്റ്റൺ എന്ന് പറയുന്ന ഒരു ടാപ്പേഡ് പീസാണ്. ടാപ്പേഡ് പീസ് എന്ന് പറഞ്ഞാൽ മുകളിൽ കനം കുറവും താഴെ കനം കൂടുതലുമാണ് കേട്ടോ. പിസ്റ്റൻ്റെ മുകളിൽ 70.68 വരുന്നത്. അപ്പോൾ ആദ്യം എഴുതിയത് ബോട്ടത്തിൻ്റെ ഡയയും രണ്ടാമത് എഴുതുന്നത് ടോപ്പ് ഡയയുമാണ് 70.60. അപ്പോൾ ആ ഒരു ടാപ്പർനെസ് പിസ്റ്റനുണ്ട്. പിസ്റ്റൺ അധികം തേയ്മാനം വന്നിട്ടില്ല. ഇനി അടുത്ത തേയ്മാനം നമ്മൾ നോക്കുന്നത് ബ്ലോക്കിലാണ്, നമ്മുടെ സിലിണ്ടർ ബ്ലോക്കിൽ. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ എക്സ് ആക്സിസ് എന്നും വൈ ആക്സിസ് എന്നും 2 എണ്ണത്തിനെ സെപ്പറേറ്റ് ചെയ്യുവാണ്, എക്സ് വൈ. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ആക്സിസിലും 3 പോയിൻറ്റുകളിൽ നമ്മൾ മെഷർമെൻ്റ് എടുക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, സിലിണ്ടർ ഡയയിൽ ആദ്യം എക്സ് ആക്സിസ് ആണ്. അതിൽ നമ്മൾ 3 പോയിൻറ്റിൽ ഡയമീറ്റർ അളന്നെഴുതും. അതിനുശേഷം സിലിണ്ടറിൻ്റെ തന്നെ വൈ ആക്സിസ്, അതിലും 3 എണ്ണം എടുക്കും. അതായത് ഒരു പ്ലസ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ്സ് ആദ്യം എടുക്കും. അപ്പോൾ നമ്മുടെ സിലിണ്ടറിക്കൽ ഗേജ് എടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മളിപ്പോൾ ഫസ്റ്റ് എക്സ് ആക്സിസിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എക്സ് ആക്സിസിൽ സ്ട്രെയിറ്റ് വയ്ക്കുക. അതിനുശേഷം ഇതിനെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തുള്ള ആ ഒരു ഡയ ഏറ്റവും ടോപ്പ്, ഈ 3 പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൻ്റെ ടോപ്പ്, മിഡിൽ, ബോട്ടം, അങ്ങനെ 3 പോയിൻ്റാണ് ആ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് തെറ്റാതെ തന്നെ കറക്റ്റ് എടുക്കുക. ഒരു വട്ടം തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ ഉറപ്പ് വരുത്തണം നമ്മളെടുത്ത വാല്യൂസ് കറക്റ്റാണെന്ന്. അപ്പോൾ എനിക്കിപ്പോൾ ഫസ്റ്റ് കിട്ടിയത് 70.85, 84 ഒക്കെ വരുന്നുണ്ട്. 70.95 എനിക്ക് കിട്ടിയ വാല്യൂ.
അപ്പോൾ ടോപ്പായി. ഇനി മിഡിൽ നോക്കണം. മിഡിലിനാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമ്മുടെ സംഭവത്തിന് സിലിണ്ടറിക്കൽ ഗേജിനെ താഴ്ത്തി വെക്കണം. അതിനുശേഷം സെൻറ്ററിലുള്ള വാല്യൂ അതെടുത്തു. അതിനുശേഷം അതും അളന്ന് എഴുതുക. അപ്പോൾ ഞാൻ ഈ 6 പോയിന്റിൽ അളന്ന് എഴുതുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലീവ്, നമ്മുടെ ബ്ലോക്ക് ടാപ്പർനെസ് വന്നോ ഇല്ലെന്നാണ്. ഇതിനൊരിക്കലും ടാപ്പർനെസ് പെർമിസിബിൾ അല്ല. ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ സർവീസ് ലിമിറ്റ് ഉണ്ട്. പക്ഷേ എങ്കിലും അതിനപ്പുറത്തേക്ക് തേയ്മാനം വന്നു കഴിഞ്ഞാൽ അതിനെ ടാപ്പർനെസ് ആണ് പറയുന്നത്. ഏറ്റവും കൂടിയ വാല്യൂവും ഏറ്റവും കുറഞ്ഞ വാല്യൂവും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ ടാപ്പർനെസ്. ഓക്കെ, ഇനി നമ്മുടെ ബോട്ടമാണ് എടുക്കുന്നത്. ബോട്ടത്തിൽ കണ്ടില്ല, ഞാൻ ആ ഒരു മാർക്ക് ചെയ്ത് കാണിച്ചു കണ്ടില്ല, അവിടം വരെ പിസ്റ്റൺ വരുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും താഴെ വെച്ചെടുക്കരുത്. പിസ്റ്റൺ എവിടം വരെയാണോ വന്ന് നിൽക്കുന്നത് അവിടം വരെയാണ് നമ്മൾ ബോട്ടം എൻഡും നോക്കേണ്ടത്. അപ്പോൾ എനിക്ക് ബോട്ടവും ചെക്ക് ചെയ്തു. അപ്പോൾ ടോപ്പ് 70.95 വന്നു, മിഡിൽ 70.81 വന്നു. അത് കഴിഞ്ഞ് ബോട്ടം എനിക്ക് വരുന്നത് 70.88 ആണ്. അപ്പോൾ ഇനി നമ്മൾ എക്സ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് വൈ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ വൈയുടെ ആക്സിസ് എല്ലാം ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് എടുത്തിട്ട് താഴെയുള്ള പേപ്പറിൽ എഴുതി കാണിക്കാം. ആദ്യത്തെ ഒരു വാല്യൂ മാത്രം ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ ഇതും ഞാൻ ചെയ്തപ്പോൾ എനിക്ക് വന്നത് 70.87 അല്ലേ, 70.87 കേട്ടോ, അതാണ് എനിക്ക് വന്നത്. അപ്പോൾ എല്ലാ വാല്യൂസും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എനിക്ക് കിട്ടിയ സിലിണ്ടറിൻ്റെ ഡയമീറ്റേഴ്സ്. ഇത് പിസ്റ്റൻ്റെ 71.10. അത് കഴിഞ്ഞ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സിലിണ്ടറിൻ്റെ ഡയ. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിസ്റ്റൺ ടു സിലിണ്ടർ ക്ലിയറൻസ് കിട്ടും. അപ്പോൾ ഇവിടെ 3 വാല്യൂ ഉണ്ട്. ആ 3 വാല്യൂ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. ഇതാണ് നമ്മുടെ സിലിണ്ടർ, കണ്ടില്ലേ? സിലിണ്ടറിൻ്റെ ഒന്നാമത്തത് ടോപ്പ്, രണ്ടാമത് മിഡിൽ, മൂന്നാമത്തത് ബോട്ടം. ഓക്കെ, അത് നമ്മൾ എക്സ് ആക്സിസിലെടുത്തു. ഇനി ഇതാണ് ഇതിൻ്റെ ടാപ്പർനെസ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന 3 വാല്യൂസ് തമ്മിലുള്ള മൈനസ് ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതിനെ സർവീസ് ലിമിറ്റ് എന്നാണ് പറയുന്നത്. ആ ലിമിറ്റ് വാല്യൂവിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ സിലിണ്ടറിനെ അടുത്ത ബോറിലേക്ക് റീബോർ ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മുടെ ഇപ്പോൾ സിലിണ്ടർ ആൾറെഡി 1 mm പിസ്റ്റനാണ് കിടക്കുന്നത്. ഇനി അതിനെ റീബോറൊന്നും ചെയ്യാൻ പറ്റില്ല, കളഞ്ഞിട്ട് പുതിയത് മേടിക്കാനേ പറ്റൂ. അതുപോലെ തന്നെയാണ് വൈ ആക്സിസിലും ഇതുപോലെ 3 പോയിൻ്റ്. ആ 3 പോയിന്റിൽ ഏറ്റവും കൂടിയ വാല്യൂവും കുറഞ്ഞ വാല്യൂവും നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂ ആയിരിക്കും അതിൻ്റെ ടാപ്പർനെസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാപ്പർനെസ്സിനെ പറ്റി പറഞ്ഞിട്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള സംഭവം, ഇതെല്ലാം ചെയ്തെന്തിനാണെന്ന് പറഞ്ഞാൽ പിസ്റ്റൺ ക്ലിയറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിസ്റ്റനും സ്ലീവിനും ഇടയിലുള്ളൊരു ക്ലിയറൻസ് എത്ര തേയ്മാനം വന്നു എന്ന് കണ്ടുപിടിക്കാനാണ്. ആ ക്ലിയറൻസ് എത്രയാണ്, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.175 ആണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ പിസ്റ്റൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 71.10. അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ ഡയമീറ്റർ 70.88. ഞാൻ ബോട്ടം എൻഡിൻ്റെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എനിക്ക് വന്നത് 0.22. ഇത് എന്ന് പറയുന്നത് 0.175-നെക്കാട്ടിയും കൂടുതലാണ്. 20 മൈക്രോൺസ് ഉണ്ട്. ഇപ്പോൾ 17 മൈക്രോൺസ് വരെ വരാൻ പാടുള്ളൂ. 17-18 മൈക്രോൺസ് ഇപ്പോൾ വരാൻ പാടുള്ളൂ. പക്ഷേ നമ്മുടെ പിസ്റ്റണും സ്ലീവിനും 20 മൈക്രോൺസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പിസ്റ്റണും സ്ലീവും ഡൗൺ ആണ്, പുതിയ ബോറിലേക്ക് റീബോർ ചെയ്യണം. അപ്പോൾ ഇനി ഇൻസ്പെക്ഷൻ 2 ആണ്. ഇൻസ്പെക്ഷൻ 1 കഴിഞ്ഞു, ക്ലിയറൻസ് സെറ്റിങ്. ഇനി രണ്ടാമത്തത് പിസ്റ്റൻ്റെ എൻഡ് ഗ്യാപ്പ് ക്ലിയറൻസ് സെറ്റിംഗ് ആണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.